ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ പുണ്യമാസത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത ചിക്കനാണ്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് മൂടി മാറ്റി വയ്ക്കണം. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂ നട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. കാഷ്യൂ നട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത 2 ഒനിയനും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒനിയൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഒനിയനും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം ഓയിലിലേക്ക് തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതൊരു 20 മിനിറ്റ്സ് ആണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചത്. കൂടുതൽ ടൈം വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് ചെറിയ പീസസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമുക്ക് 2 സൈഡും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ചിക്കൻ പീസസിൻ്റെ ബോട്ടം സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ പീസസ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ സെയിം ടൈം തന്നെ റൈസും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് സ്പൈസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ചെറിയ പീസ് പട്ട, 4 ഏലയ്ക്ക,
4 ഗ്രാമ്പൂ എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്പൈസസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. സ്പൈസസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്താണ് എടുക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കിലോ ബസ്മതി റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഈ റൈസും കൂടി ഇട്ട് കൊടുക്കാം. റൈസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 90% കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് കുക്കായോ നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് കുക്കായ ആ സെയിം ടൈം കൊണ്ട് തന്നെ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റൈസും ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 സവാള നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളകും മീഡിയം സൈസ് ഇഞ്ചിയും ഒരു ഫുൾ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 1 ടൊമാറ്റോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ടൊമാറ്റോയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർക്കണം. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ ആ കുറച്ച് പോർഷൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ചിക്കൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാലയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലയുമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ലൈം ജ്യൂസിൽ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂ നട്ടും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ദം ചെയ്തെടുക്കാം. ഈ ടൈമിലായിരിക്കും എല്ലാ ഫ്ലേവേഴ്സും നമ്മുടെ ബിരിയാണിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത്. അപ്പം നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് നമ്മൾ ഈ ബിരിയാണി ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.